സനോജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെയും NDAയുടെ മുന്നേറ്റമാണ് പല സർവേകളും പ്രവചിക്കുന്നത്. എല്ലാവരും ആത്മവിശ്വാസത്തിലുമാണ്. അപ്പം ഇതിൽ ഈ ജൻസ്വരാജ് പാർട്ടിയുടെ റോൾ എന്തായിരിക്കും ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ? സേതു, ഗുഡ് മോർണിംഗ്. ജൻസ്വരാജ് പാർട്ടിയുടെ റോൾ വലിയൊരു പിവറ്റൽ റോളാണ്. കാരണം അതിപ്പം നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നോക്കുകയായിരുന്നു. അതായത് ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ, ദ വയർ ഉൾപ്പെടെ ഈ JSPയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ JSPയെ കുറിച്ച് വളരെ വിശദമായ തരത്തിലുള്ള റിപ്പോർട്ടുകൾ, ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അവർ ബീഹാറിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഒന്ന് അതായത് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഒപ്പം തൊഴിൽ കുടിയേറ്റം അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ട യുവാക്കളുടെ സാഹചര്യം, ഈ കാര്യം വലിയ രീതിയിൽ രാഷ്ട്രീയമായ ഒരു വിഷയമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജൻസ്വരാജ് പാർട്ടി ഉയർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോറിനെ പോലെ ഒരാൾ, നേരത്തെ വേറെ തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ഇമേജുള്ള ഒരു രാഷ്ട്രീയ കാരനായി മാറിയ ഒരാൾ വന്ന് ഈ കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആളുകളെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ജൻസ്വരാജ് പാർട്ടി ഉണ്ടായതിനു ശേഷം ഉണ്ടായ അവരുടെ ഈ ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് കാഹളം ഉണ്ടായി. അതിനുശേഷം അവർ നിരവധി റാലികൾ നടത്തി, വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകമായ യോഗങ്ങൾ ചേർന്നുകൊണ്ട് ആളുകളിൽ നിന്ന് അഭിപ്രായ സ്വരൂപീകരണം നടത്തി. ഈ സമയങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിലെ റാലികളിലടക്കം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. പിന്നെ മറ്റൊന്ന്, ബീഹാറിൻ്റെ ഈ കാസ്റ്റ് ഇക്വേഷൻസ് എന്ന് പറയുന്നതിൽ വളരെ കൃത്യമായ ഒരു ബാലൻസിങ് ആക്ട് അവർക്ക് ഈ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, പോപ്പുലറായ ആളുകളെ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെ വളരെ വിദഗ്ധരായ ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. മറ്റൊന്ന്, ഈ കുശ്വാഹ, കോരി കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട OBC അല്ലെങ്കിൽ BC എന്ന് പറയുന്ന ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജാതി വിഭാഗങ്ങളാണ്. ഇവിടെ ഇഴവ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അപ്പോൾ ആ വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പട്ടികയെ നിലനിർത്തുകയും ഒപ്പം മൊത്തം പട്ടികയിൽ 40ഓളം മുസ്ലിം കാൻഡിഡേറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബാലൻസിങ് ആക്ട് JSP വളരെ സമർത്ഥമായി നടപ്പിലാക്കി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്ഷത്രിയ ബ്രാഹ്മൺ വോട്ടുകൾ, പ്രത്യേകിച്ച് ഭൂമിഹാർ എന്ന് പറയുന്ന വിഭാഗം വളരെ ധാരാളമുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവരുടെ പാർട്ടിസിപ്പേഷനെ കൊണ്ടുവരാൻ പറ്റി. യുവാക്കൾ, സ്ത്രീകൾ അടക്കം, ട്രാൻസ്ജെൻഡർ അടക്കമുള്ള വിഭാഗത്തിൽ പെടുന്നവരെല്ലാം തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടു. മറ്റൊന്ന്, യുവാക്കളുടെ മേഖലകളിൽ യുവാക്കളുടെ ഗ്യാതറിങ്ങുകൾ വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അവർക്ക് ഒരു വലിയ രീതിയിൽ, അതായത് ഒന്ന്, ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു, വേറെ തരത്തിലൊരു സ്റ്റാഗ്നേഷൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് ബീഹാറിലുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം പുള്ളി ഒരു ഡാറ്റ വെച്ച് അവതരിപ്പിക്കുന്ന തരത്തിൽ പല പരിപാടികൾ നടത്തി. മറ്റൊന്ന്, ഈ അഗ്രേറിയൻ ഡിസാസ്റ്റർ ഉണ്ട് പല മേഖലകളിലെ സംബന്ധിച്ചിടത്തോളം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ ബീഹാറിൽ വലിയ പ്രശ്നം നിലനിൽക്കുന്നു എന്ന് പറയാൻ പ്രശാന്ത് കിഷോറിന് പറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ നമ്മൾ തന്നെ വാർത്തകൾ കൊടുത്തത് അടക്കം എടുത്ത് പരിശോധിച്ചാൽ അവിടെ ധാരാളമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് പണിത പാലങ്ങൾ തകരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കറപ്ഷനെ കുറിച്ച് വളരെ കാര്യമായി സംസാരിക്കുന്ന ഒരു മറ്റൊരു മേഖലയിൽ നിന്നുള്ള ഒരാൾ വരുന്നു. ഇത് യുവ വോട്ടർമാരിൽ വലിയ രീതിയിൽ ഒരു സ്വാധീനം ചെലുത്തുന്നതിന് കാരണമായിട്ടുണ്ടാകാം എന്ന തരത്തിലേക്കാണ് JSPയെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ രീതിയിൽ ഇത് ഇപ്പം ഒവൈസി മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ ബാധിക്കുമെന്ന് പറയുന്നുവെങ്കിൽ, പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി മത്സരിക്കുന്നത് 2 പക്ഷത്തെ വോട്ടുകളും ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്നൊരു നല്ലൊരു ശതമാനമോ അല്ലെങ്കിൽ ചെറിയൊരു ശതമാനമോ വോട്ടുകൾ ഗ്രാബ് ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. സേതു, തീർച്ചയായും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ, അപ്പം ഈ സനോജ്, ഈ യാദവ വോട്ട് എപ്പോഴും RJDക്കൊപ്പം നിൽക്കുന്ന ഒന്നാണ് യാദവ വോട്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ മറ്റ് മുന്നോക്ക വിഭാഗങ്ങളുടെ, OBCയിലെ മറ്റ് വിഭാഗങ്ങളിൽ, ഇപ്പം കുറുമി ആകട്ടെ, കൊയേരി ആകട്ടെ, ദളിത് വിഭാഗമാകട്ടെ, ഇവരുടെയൊക്കെയും വോട്ടുകൾ അത് ആർക്കായിരിക്കും കൂടുതൽ ഫലം ചെയ്യുക, കൂടുതൽ ഈ സ്വാധീനിക്കപ്പെടുക? അതേപോലെ തന്നെ ഇപ്പം മുസ്ലിങ്ങളുടെ വോട്ട് 16% വരുന്ന മുസ്ലിം വോട്ടുണ്ടല്ലോ.
അതായത് 17.7% മുസ്ലിം വോട്ടുകളുള്ള ഒരു സംസ്ഥാനം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാൻഡേറ്റ് ഉള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ ആളുകളുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുള്ള പ്രദേശം. ബീഹാറിലെ മുസ്ലിങ്ങൾ ഈ ബംഗാളിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത് പോലെയാണ്. അതായത് വലിയ രീതിയിൽ ദരിദ്രരായ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുള്ള ഒരു മേഖല കൂടിയാണത്. അത് വേറെ തരത്തിൽ സോഷ്യലി വലിയ സൗണ്ടുള്ള അല്ലെങ്കിൽ വേറെ തരത്തിൽ പ്രിവിലേജ്ഡായ മുസ്ലിങ്ങളുടെ ഒരു സാഹചര്യമല്ല ബീഹാറിലുള്ളത്, ബംഗാളിലുള്ളത്. അപ്പോൾ ആ തരത്തിൽ അവർക്ക് ഏതാണ്ട് 17% വോട്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ, പ്രത്യേകിച്ച് സീമാഞ്ചൽ അടക്കമുള്ള മേഖലകളിലുണ്ട്. ഒപ്പം ബീഹാറിൽ തന്നെ പല രീതിയിൽ തിരിച്ചാൽ ജാർഖണ്ഡുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം ബംഗ്ലാദേശിനുമായിട്ട്, ഇപ്പോൾ കിഷൻഗഞ്ചൊക്കെ പറയുന്നത് ബംഗ്ലാദേശിനുമായിട്ട് അല്ലെങ്കിൽ നേപ്പാളുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയുണ്ട്. ബംഗ്ലാദേശുമായിട്ടും ഒപ്പം UP-യുമായിട്ടും ജാർഖണ്ഡുമായിട്ടും ഒക്കെ അതിർത്തി പങ്കിടാവുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബെൽറ്റുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് മുസ്ലിം വോട്ടുകളെ സംബന്ധിച്ച്. മറ്റ് കുറേ കാലമായിട്ട് തന്നെ നിതീഷ് കുമാറിന് അത് ജനതാ രാഷ്ട്രീയം, സമതാ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനതാദളിൻ്റെ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു പിവട്ടൽ റോളുള്ള വിഭാഗം എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന കുർമികളുടെയും കോരികളുടെയും കുശ്വാഹകളുടെയും ഒക്കെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിൽ കുർമികളും കോരികളും കുറേ കാലമായിട്ട് നിതീഷ് കുമാറിനൊപ്പം വളരെ ശക്തമായി നിൽക്കുന്ന വിഭാഗമാണ്. കുശ്വാഹ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ വിവിധ ജനതാദൾ നേതാക്കൾ അവരെല്ലാം പല അവാന്തര വിഭാഗങ്ങളായി മാറിയവരാണെന്ന് നമുക്കറിയാം. അപ്പം നേരത്തെ ഒരുമിച്ചുണ്ടായിരുന്ന നമ്മളീ പറയുന്ന ഒരു കാലത്ത് ജയപ്രകാശ് നാരായണൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള റാം മനോഹർ ലോഹിയുടെയൊക്കെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലൂടെ തുടരും. ഞാൻ സനോജിലേക്ക് മടങ്ങിയെത്താം. കാരണം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷവും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നതും ഈ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തന്നെയായിരിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് നമുക്കൊക്കെയും.